ചോദ്യം: അമിതാർത്തവകാരിക്ക് ആരാധനകൾ നിർബന്ധമാവുമോ? ഉത്തരം: നിസ്കാരം, നോമ്പ് തുടങ്ങിയവ നിർബന്ധമാണ്. ചോദ്യം: അവളുടെ നിസ്കാരത്തിന് പ്രത്യേക ക്രമീകരണങ്ങളുണ്ടോ? ഉത്തരം: നിസ്കാര സമയം പ്രവേശിച്ച ശേഷം രക്തപ്രവാഹമുണ്ടെങ്കിൽ ഗുഹ്യസ്ഥാനം കഴുകി പരുത്തിയോ മറ്റോ വെച്ച് ശേഷം രക്തം ഒലിക്കുന്ന പക്ഷം അതിൻ്റെ മുകളിൽ കൂടി ശീലപോലോത്തതുകൊണ്ട് ഭദ്രമാക്കലും നിർബന്ധമാണ്. കെട്ടിയ ഉടനെ തന്നെ ഉളൂ ചെയ്ത് നിസ്കരിക്കണം. ഉളൂ എടുത്ത ശേഷം മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടരുത്. നോമ്പുള്ളവൾ പഞ്ഞി വെക്കുമ്പോൾ ബാഹ്യഭാഗത്ത് മാത്രമാവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചോദ്യം: ഓരോ നിസ്കാരത്തിനും ഇങ്ങനെ ചെയ്യേണ്ടതുണ്ടോ? ഉത്തരം: ചെയ്യണം. ഒരു ഉളൂ കൊണ്ട് ഒരു ഫർള് മാത്രമേ നിർവഹിക്കാൻ പാടുള്ളൂ. സുന്നത്ത് നിസ്കാരം എത്രയുമാവാം. ചോദ്യം: മേൽ വിവരിച്ച രൂപത്തിൽ ഉളൂ എടുത്ത ശേഷം നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് രക്തം നിലച്ചാൽ വീണ്ടും ഉളൂ ചെയ്യേണ്ടതുണ്ടോ? ഉത്തരം: വീണ്ടും ഗുഹ്യസ്ഥാനം കഴുകി ഉളൂ എടുത്ത് നിസ്കരിക്കണം. ചോദ്യം: നിസ്കാരം പൂർത്തിയായ ശേഷമാണ് രക്തം മുറിഞ്ഞതെങ്കിലോ? ഉത്തരം: എന്നാൽ ഉളുവും നിസ്കാരവും മടക്കേണ്ടതില്ല. ചോദ്യം: നിസ്കാര സമയം അല്പനേരം രക്തം നിലക്കൽ പതിവുണ്ടെങ്കിൽ ആ സമയം വരെ നിസ്കാരത്തിന് കാത്തിരിക്കണോ? ഉത്തരം: ഉളുവിനും നിസ്കാരത്തിനും സൗകര്യമാവുന്ന സമയം രക്തം മുറിയൽ പതിവുണ്ടെങ്കിൽ ആ സമയവും പ്രതീക്ഷിച്ചിരിക്കണം. അല്ലാത്ത പക്ഷം നിസ്കാരം പൂർത്തിയായതിന് ശേഷമാണ് രക്തം മുറിയുന്നതെങ്കിലും ഉളുവും നിസ്കാരവും മടക്കേണ്ടതാണ്. ചോദ്യം: ആർത്തവകാരിയെപ്പോലെ തന്നെ അമിതാർത്തവകാരിയുമായും ഭർത്താവിന് ബന്ധപ്പെടാൻ വിലക്കുകളുണ്ടോ? ഉത്തരം: ഇല്ല, ബന്ധപ്പെടാവുന്നതാണ്.